ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യമാണ്. പലരുടെയും ബ്ലൗസ് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നുണ്ട്, ലൂസ് ആകുന്നുണ്ട്, നെക്ക് ഡ്രൂപ്പ് ആകുന്നുണ്ട്, അങ്ങനത്തെ പ്രോബ്ലംസ് പറയാറുണ്ട്. അതിൻ്റെ മെയിൻ പ്രോബ്ലം ഷോൾഡറാണ്. നിങ്ങളുടെ ഷോൾഡർ ഏത് ടൈപ്പാണെന്നുള്ളത് ഫസ്റ്റ് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുക. അതിനുള്ള ടിപ്പാണ് നമ്മളിന്ന് പറഞ്ഞു തരുന്നത്. ഈ ഒരു പ്ലാന്റ് കലാത്തിയ പ്ലാന്റ് ആട്ടോ, അതിൻ്റെ ഫ്ലവറാണ്. നല്ല രസമായത്, കുറേ ദിവസം നിൽക്കും ഈ ഫ്ലവർ. ഞാനത് ഫ്ലവർ കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഷോൾഡർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷോൾഡേഴ്സാണ് നമുക്ക് പലർക്കും ഉള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഷോൾഡർ വരുന്നത് ആങ്കുലേറ്റഡ് ഷോൾഡർ എന്ന് പറയും. അപ്പോൾ ആങ്കുലേറ്റഡ് ഷോൾഡർ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ എൻ്റെ ആങ്കുലേറ്റഡ് ഷോൾഡറാണ്. അതായത് കുറച്ചൊരു സ്ലോപ്പിങ് ഇവിടെ നിന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഷോൾഡർ ഉള്ളവർക്ക് എപ്പോഴും ഓപ്പൺ നെക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഓപ്പൺ നെക്ക് വെച്ച് കഴിഞ്ഞാൽ ഡ്രൂപ്പാകും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, മിക്കവാറും ഞാൻ ബോട്ട് നെക്ക് അല്ലെങ്കിൽ ഫ്രണ്ട് ക്ലോസ്ഡ് ഇങ്ങനെ കുറച്ച് ഒതുങ്ങിയിട്ടുള്ള നെക്കായിരിക്കും. ബാക്ക് അധികം ഇറക്കാറുമില്ല. ബാക്ക് ഇറക്കിയ നെക്ക് ഇടുമ്പോൾ ഒരു ടൈ വെക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇത് ഡ്രൂപ്പാകും. അപ്പോൾ അതായത് ഇവിടുന്ന് ഒരു സ്ലോപ്പ് ഉണ്ടാവും. നമ്മുടെ ഷോൾഡർ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ബ്ലൗസ് ഡിസൈൻ ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ബ്ലൗസ് ഫിറ്റിങ്ങിൽ തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ സെക്കൻഡ് ഷോൾഡർ വരുന്നത് സ്ട്രെയിറ്റ് ഷോൾഡറാണ്. അതായത് ഇങ്ങനെ ഈ ഒരു ഷോൾഡർ സ്ട്രെയിറ്റ് പൊസിഷനിലായിരിക്കും. നമ്മളൊന്ന് എക്സാമിൻ ചെയ്യുക, മിററിൽ പോയിട്ട് നോക്കിയാൽ മതി, നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഷോൾഡർ ഏതാണെന്നുള്ളത്. സ്ട്രെയിറ്റ് ഷോൾഡർ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇത് ഡ്രൂപ്പ് ആവില്ല. അവർക്ക് ഓപ്പൺ നെക്ക് വെക്കാം. ഫ്രണ്ടും ബാക്കും ഓപ്പൺ നെക്ക് വെച്ചാലും നല്ലതാണ്. അതുപോലെ സ്ട്രെയിറ്റ് ആയതുകൊണ്ട് ഇവിടെ കുറച്ച് വിരിവുണ്ടാവും. അപ്പോൾ ഓപ്പൺ ആയിട്ടിരിക്കുമ്പോൾ ബ്ലൗസിനൊരു ഭംഗി ഉണ്ടാവും. തേർഡ് ഷോൾഡർ വരുന്നത് കർവ്ഡ് ഷോൾഡർ. അത് കൂടുതലും സ്ലിം ആയിട്ടുള്ളവരിലാണ് ഞാൻ നോട്ടീസ് ചെയ്തേക്കുന്നത്. കാരണം നമുക്ക് ഇങ്ങനെ ഇരിക്കില്ലേ ഷോൾഡർ, ഇവിടെ എല്ലൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ട് ഈ ഒരു പൊസിഷനിലിരിക്കുന്ന, എനിക്ക് തോന്നുന്നു കൂടുതലും തിന്നായിട്ടുള്ള അധികം വണ്ണമില്ലാത്തവർക്കാണ് ആ ഒരു ഷോൾഡർ നമ്മൾ കൂടുതലും കണ്ടു. ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ കർവ്ഡ് ആയിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഷോൾഡർ ഉള്ളവർ മാക്സിമം തിന്നർ നെക്ക് ഉപയോഗിക്കാതിരിക്കുക. അപ്പം സ്ലീവ്ലെസ്സോ അല്ലെങ്കിൽ സ്ലീവ്ലെസ്സോ ഒക്കെയാണ്, പക്ഷെ തിൻ സ്ട്രാപ്പൊക്കെ ഉള്ള ഡ്രസ്സസ് ഇടാറില്ലേ, അങ്ങനെ ഇടാതിരിക്കുക. കുറച്ച് ബ്രോഡ് തന്നെ വെക്കുക. കാരണം ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ആ തിൻ ഷോൾഡർ ഇവിടെ ആപ്റ്റായിട്ടിരിക്കില്ല. കുറച്ച് ബ്രോഡായിട്ടുള്ള തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് ഷോൾഡർ വരുന്നതാണ് സ്ലൈറ്റ് ആങ്കുലേറ്റഡ് ഷോൾഡർ. അതെന്ന് വെച്ചാൽ നോർമൽ, അവർക്ക് എല്ലാം ആപ്റ്റാകും. ഓപ്പൺ നെക്കും ഇരിക്കും, ക്ലോസ്ഡ് നെക്കും ആപ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവർക്കും പല പല ഷേപ്പും പല പല ഷോൾഡേഴ്സും ആയിരിക്കും. അപ്പം നമുക്കറിയാം ഓരോരുത്തർക്കും ഓരോ ബോഡി ഷേപ്പായിരിക്കും, യുണീക്കായിരിക്കും. അവരവരുടെ യുണീക്ക്നെസ് ആണ് അവരുടെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ആപ്റ്റായിട്ടുള്ള നമ്മുടെ ബോഡി ഷേപ്പിനനുസരിച്ചിട്ടുള്ള ബ്ലൗസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിടുക. നമ്മളെ തന്നെ ഭംഗിയാക്കി എടുക്കുക. നമ്മൾ ഓൾറെഡി ബ്യൂട്ടിഫുൾ ആണ്. കാരണം ഓരോ ആൾക്കാരെയും ഗോഡ് ക്രിയേറ്റ് ചെയ്തേക്കുന്ന യുണീക്കായിട്ട്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഭംഗി ഉണ്ടാവും. പിന്നെ നമ്മുടെ ബോഡി ഷേപ്പ് നമ്മൾ തന്നെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഡ്രസ്സ് കൂടി പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ തന്നെ കൂടും. അറിയാമല്ലോ, സാരിയിലൊരു ബ്ലൗസ് പെർഫെക്റ്റായിട്ട് ഇടുമ്പോഴാണ് അതിന് ബ്യൂട്ടി കൂടുന്നത്. അപ്പോൾ അതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ ബോഡി ഷേപ്പിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കൂടുതൽ ബ്യൂട്ടിഫുൾ ആകും, കൂടുതൽ കോൺഫിഡൻ്റ് ആകും. ദ ബെസ്റ്റ് യു ഈസ് ബി യു. നമ്മളായിട്ട് തന്നെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ടിപ്സ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും ടിപ്സ് വേണം എന്നാണെങ്കിലും നമുക്ക് കമൻറ്റിൽ പറയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാം. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ അതിനൊക്കെ നോക്കിയിട്ട് റിപ്ലൈ തരാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. എപ്പോഴും ഇങ്ങനെ ടൈം കിട്ടാത്തത് കൊണ്ട് പറ്റാത്തതാണ്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളും കൂടി കമൻറ്റിൽ പറയുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.